എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് തൊഴിലുറപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ പണിത്തിരക്കുമായിട്ട് നടക്കുമായിരുന്നു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് ഞാനിവിടെ രാവിലെ അപ്പമായിരുന്നു, അതിൻ്റെ ഇച്ചിരി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ പിള്ളേർക്കും ചുട്ടു കൊടുത്തു. ഞാനും ഒരെണ്ണം എടുത്ത് രാവിലത്തെ ഇച്ചിരി സാമ്പാറും എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ടേ ഇനി ബാക്കി പണിയുള്ളൂ. വന്ന വഴിക്ക് കുറച്ച് വിറകൊക്കെ കിട്ടി. അതൊക്കെ പെറുക്കിക്കൊണ്ട് കെട്ടിപ്പെറുക്കി വന്നു. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറകും വേണമല്ലോ. പിന്നെ വന്ന വഴിക്കൊരു ചേച്ചി ഒരു ചക്ക തന്നേ. ആ ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്നപ്പോൾ 5 മണി ആകാറായി. എന്നിട്ട് പിന്നെ വിശന്നുകൊണ്ട് ഞാൻ ഇച്ചിരി അപ്പവും സാമ്പാറും കൂടെ, രാവിലെ ഞാൻ സാമ്പാർ വെച്ചിട്ടാണ് പോയത്, കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിള്ളേർക്കും കൊടുത്തു. പണിയാൻ പോകുന്ന സ്ഥലത്ത് വിറകുണ്ടേ. അപ്പോൾ പണിയും കഴിഞ്ഞ് ഇങ്ങനെ ഓരോ കെട്ട് വിറകുമായിട്ട് എന്നും വരും. അത് നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഈ വിറകൊക്കെ വെട്ടി ഒടിച്ചിനി വെക്കണം. പിന്നെ അത് കത്തിക്കുന്നു. പിന്നെ എനിക്കൊരു വന്ന വഴിക്കൊരു ചേച്ചി ഒരു ചക്ക തന്നേ. അതിൽ ചക്ക ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു ചക്കയുണ്ട് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ വിറകെല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞ് ഈ ചക്കയും വന്നെടുത്ത് ഇനി ഇത് വെട്ടണം കുറച്ച് കഴിയുമ്പോഴത്തേന്. വെട്ടിയിട്ട് ഇന്ന് വൈകിട്ട് നേരം ഉണ്ടെങ്കിൽ ഇച്ചിരി വേവിക്കണം, അല്ലെങ്കിൽ നാളെ രാവിലത്തെ കാപ്പിക്കുമായില്ലേ. ഇതെല്ലാം ഞാൻ ഓരോ ദിവസം പണിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ കെട്ട് വിറക് ഇങ്ങനെ കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി ദൂരമുണ്ട്, അരമണിക്കൂർ നടപ്പുണ്ട്. എന്നാലും നമുക്ക് വിറക് വേണ്ടേ. അതുകൊണ്ട് ഓരോ കെട്ട് ഞാനിങ്ങനെ കൊണ്ടുപോയി വെച്ചേക്കും. ഇനി നാളെ ഞായറാഴ്ചയല്ലേ, നാളെ ഇതെല്ലാം അടുക്കി പെറുക്കി വെക്കണം. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ, ഓരോ ദിവസം പോകും വൈകുന്നേരം വരുമ്പം കുറച്ച് വിറകൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ജീവിക്കണ്ടേ. കഷ്ടപ്പാടുള്ളവർക്ക് എന്നും കഷ്ടപ്പാട്. പക്ഷെ നമ്മൾ അതൊക്കെ ആസ്വദിച്ച് ചെയ്യുവാണെങ്കിൽ അതൊന്നും ഒരു ഇതല്ലല്ലേ. എൻ്റെ ചെടിയിലെ പൂ കണ്ടോ, നല്ല വയലറ്റ്, എന്താ സൂര്യൻ അസ്തമിക്കാറായി വരുന്നു അല്ലേ. അതുകൊണ്ടാട്ടോ ഈ ചെടിക്കൊക്കെ നല്ലൊരു കളറാട്ടോ. കണ്ടോ എന്നെ ഒരു കളറാന്ന് നോക്കി. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെ. അപ്പോൾ ഒരു വീഡിയോ ഇടാമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലല്ലേ. ഇത് തൊഴിലുറപ്പിന് പോയിട്ട് വന്നതേ ഉള്ളൂ. പയറൊന്നും കയറ്റി വിട്ടില്ല. പയറൊക്കെ വള്ളിയൊക്കെ കയറി കണ്ടോ കിടക്കുന്നത് കണ്ടോ. പയർ കയറ്റി വിടാഞ്ഞിട്ട് ആ പയറിൻ്റെ വള്ളി ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് തിരിച്ച് ആ പയറെ കൂടെ തന്നെ കയറി പോകുന്നു കണ്ടോ. നേരം കിട്ടിയില്ല ഇതിനൊന്നും കൊടുക്കാനായിട്ട്. ഉണ്ടോ നല്ല ഈ രാവിലെ ഈ പൂവിന് ഈ കളറല്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേന് വേറെ കളറ്. പിന്നെ ഒരു ദിവസമല്ലേ നമുക്ക്, ഞായറാഴ്ച ഒരു ദിവസമല്ലേ നേരം കിട്ടത്തുള്ളൂ. അന്നേരം ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് തന്നെ ഒരു പിടുത്തവും ഇല്ല. ഇതെല്ലാം ഒന്ന് കയറ്റി വിടാനും പെറുക്കാനും എല്ലാം ഉണ്ട്. പണികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പൂ കാണിച്ചു തരാവേ. ഉണ്ട് നല്ലൊരു പൂ. നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ നല്ല. ഇതിൻ്റെ മഞ്ഞയുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ്. ഇനി മിറ്റം അടിക്കണം, പെരയടിക്കണം, കുളിക്കണം ഒക്കെ ഉണ്ട്. എന്ന് ചെയ്യാനാ തിരക്കാം. നാളെ ഇനി വിറകെല്ലാം ഒന്ന് വെട്ടി പെറുക്കി വെക്കണം. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ല നമ്മുടെ ഇവിടങ്ങളിലൊന്നും വിറകില്ല. അപ്പോൾ ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ ഓരോ വെട്ടി ഒടിച്ച് കൊണ്ടുവരും. ഇത് അതിൻ്റെ വേറൊരു സൈസ് ചെടിയാട്ടോ. അല്ല അതേ കളർ തന്നെയാട്ടോ. കണ്ടോ എൻ്റെ പയറേൽ പൂവിട്ട് കണ്ടോ. പയറേ പൂവിട്ട് കണ്ടോ. ഇതൊക്കെ നേരം കിട്ടും. എൻ്റെ ഒരു കൊച്ചു കൃഷിയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലല്ലേ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.